ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖ്ഹിലെ അദ്ദറസു റാബിയ 4ാമത്തെ പാഠം സഈദൻ ത്വയ്യിബൻ, ശുദ്ധമായ മണ്ണ്. സഈദൻ ത്വയ്യിബൻ എന്ന പാഠം ശുദ്ധമായ മണ്ണ് എന്നാണ്. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ്? തയമ്മുമിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ തയമ്മും ചെയ്യുന്ന അവസ്ഥകളും എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ പാഠത്ത് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൈനബ് വെള്ളവും മണ്ണുമായി സഹോദരനെ സഹായിക്കാനെത്തി. സൈനബ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അഹമ്മദ് ഉളു എടുത്തു. ചെവി തടവിക്കഴിഞ്ഞപ്പോൾ പൊടിമണ്ണെടുത്തു. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് 2 കൈകളും മണ്ണിൽ അടിച്ചു. മുഖം തടവി വീണ്ടും മണ്ണിലടിച്ചു. ആദ്യം വലത് കൈയും പിന്നെ ഇടത് കൈയും തടവി. തുടർന്ന് കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാൻഡേജിനു മുകളിൽ മുഴുവനായി വെള്ളം കൊണ്ട് തടവുകയും ചെയ്തു. ശേഷം വുളൂഇൻ്റെ പ്രാർത്ഥന നടത്തി. അപ്പോൾ ഇവിടെ തയമ്മും ചെയ്യുന്നതാണ്. അപ്പോൾ തയമ്മും ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ തയമ്മും ചെയ്യുന്ന ഇവിടെ അഹമ്മദ് എന്താണ്? ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന നിയ്യത്ത് ചെയ്ത് 2 കൈകളും മണ്ണിലടിച്ചു. അപ്പോൾ ആദ്യം ഉളു എടുത്ത് ചെവി തടവി കഴിഞ്ഞു. ചെവി വരെ തടവി, പിന്നെ കാലാണ് കഴുകാനുള്ളത്. അവിടെ എത്തിയപ്പോഴാണ് അഹമ്മദ് തയമ്മും ചെയ്യുന്നത്. അപ്പോൾ നിയ്യത്ത് കരുതി മണ്ണടിച്ചു. മുഖം തടവി വീണ്ടും മണ്ണിലടിച്ച് ആദ്യം വലത് കൈയും പിന്നീട് ഇടത് കൈയും തടവി. ഇങ്ങനെയാണ് തയമ്മും ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. തയമ്മും 1 മുഖവും 1 കൈയുമാണ് തടവുക. മണ്ണടിച്ചെടുത്തിട്ട് 2 തവണയാണ് മണ്ണടിച്ചെടുക്കുക. അപ്പോൾ ഈ തയമ്മും ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അവസാനത്തിൽ ഇതിന് കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് കണ്ട് നന്നായി മനസ്സിലാക്കുക, തയമ്മും ചെയ്യുന്നത് മനസ്സിലാക്കുക. അങ്ങനെ തയമ്മും ചെയ്തു. പിന്നെ കാലിൽ മുറിവില്ലാത്ത ഭാഗം കഴുകി. അപ്പോൾ അഹമ്മദിൻ്റെ കാലിലൊരു മുറിവുണ്ട്. മുറിവിന് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നനയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അഹമ്മദ് കാലിൻ്റെ മുറിവിന് വേണ്ടിയിട്ട് തയമ്മും ചെയ്തത്. മനസ്സിലാക്കണേ. അങ്ങനെ മുറിവില്ലാത്ത ഭാഗം കഴുകി ബാൻഡേജിന് മുകളിൽ മുഴുവനായിട്ട് വെള്ളം കൊണ്ട് തടവി. കൈ നനച്ച് വെള്ളം കൊണ്ട് തടവുകയും ചെയ്തു. ശേഷം ഉളൂഇൻ്റെ പ്രാർത്ഥന നടത്തി. അപ്പോൾ ഇവിടെ ഉളൂ പൂർണ്ണമായി. മനസ്സിലാക്കാം. ഇനിയാ നിസ്കാരത്തിൻ്റെ സമയമാവുക, ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാവുക, തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക, ആദ്യം മുഖം തടവാനും പിന്നീട് 2 കൈകൾ തടവാനുമായി 2 തവണ മണ്ണടിച്ചെടുക്കുക തുടങ്ങിയവ തയമ്മുമിൻ്റെ ഷർത്തുകളാണ്. തയമ്മുമിൻ്റെ ഷർത്തുകൾ മനസ്സിലാക്കുക. നിസ്കാരത്തിൻ്റെ സമയമാവണം, ശുദ്ധമായ പൊടിമണ്ണായിരിക്കണം, തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസൊക്കെ നീക്കം ചെയ്യണം, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കണം, ആദ്യം മുഖം തടവാനും പിന്നീട് 2 കൈകളും തടവാനുമായിട്ട് 2 തവണ മണ്ണടിച്ചെടുക്കണം. ഇതൊക്കെ തയമ്മുമിൻ്റെ ഷർത്തുകളാണ്. അപ്പോൾ തയമ്മുമിൻ്റെ ഷർത്തുകൾ നന്നായി മനസ്സിലാക്കുക. അപ്പം സമയമാവുക, നിസ്കാരത്തിൻ്റെ സമയമാവല് തയമ്മുമിൻ്റെ ഷർത്താണോ ഫർളാണോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അത് തയമ്മുമിൻ്റെ ഷർത്താണ്. ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. സൈനബ് എപ്പോഴാണ് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക? വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞ നമ്മൾ ഷർത്തുകളിൽ. അപ്പോൾ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക എപ്പോഴാണ്? അഹമ്മദ് വെള്ളം ഇല്ലാത്തത് കൊണ്ടോ രോഗം കാരണമോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കാം. അതായത് വെള്ളമില്ല നമുക്ക് ഉളൂ ചെയ്യാൻ. അപ്പം ആ അവസ്ഥയിൽ നമുക്ക് തയമ്മും ചെയ്യാം. പിന്നെ എന്തെങ്കിലും രോഗം, നനയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, ഇപ്പോൾ ഇതുപോലെ ഇതിൽ പറഞ്ഞ പോലെ കാലിന് മുറിവ്, കൈക്ക് മുറി, ഉളൂഇൻ്റെ അവയവത്തിൽ മുറിവുണ്ടായിരിക്കണം. മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോഴും തയമ്മും ചെയ്യാം. തയമ്മുമിന് 5 ഫർളുകളുണ്ട്. തയമ്മുമിന് 5 ഫർളുകൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഷർത്തുകളാണ്.
ഏതൊക്കെയാണ് ഫർളുകൾ? 1 മണ്ണടിച്ചെടുക്കുക, 2 മണ്ണടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഈ നിയ്യത്ത് മുഖം തടവുന്നത് വരെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് മണ്ണടിച്ചെടുക്കുന്നത് മുതൽ മുഖം തടവുന്നത് വരെ ആ നിയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം. മനസ്സിലാക്കുക. 3-മത്തത് മുഖം തടവുക, 4 2 കൈകൾ തടവുക, 5 ക്രമപ്രകാരം ചെയ്യുക. മനസ്സിലാക്കുക. 5 ഫർളുകളാണ് തയമ്മുമിനുള്ളത്. മുഖം തടവൽ തയമ്മുമിൻ്റെ ഷർത്തോ ഫർളോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് ഫർളാണ്. മനസ്സിലാക്കുക. അതുപോലെ എല്ലാം മനസ്സിലാക്കുക. ഇനിയാ സൈനബ്, തയമ്മുമിനോടൊപ്പം വുളൂ കൂടി ചെയ്യേണ്ടതുണ്ടോ? തയമ്മും ചെയ്യുന്നതിനോടൊപ്പം വുളൂ കൂടി ചെയ്യേണ്ടതുണ്ടോ? അഹ്മദ്, വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ അവയ്ക്കു വേണ്ടി തയമ്മും ചെയ്യൽ, ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകലും നിർബന്ധമാണ്. അപ്പം മനസ്സിലായില്ലേ? വെള്ളമുണ്ട്, അപ്പോൾ നമ്മൾ കാലിലോ വൈയിലോ മുറിവുണ്ട്, ഒളുവിൻ്റെ അവയവത്തിൽ മുറിവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ അവയ്ക്ക് വേണ്ടി തയമ്മും ചെയ്യലും ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകലും നിർബന്ധമാണ്. മനസ്സിലാക്കട്ടോ. എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? സൈനബ് ചോദിക്കുക. അഹമ്മദ്, മുറിവുള്ള അവയവങ്ങൾ കഴുകേണ്ട സമയത്താണ് തയമ്മും ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ കാലിലാണ് മുറിവ് വന്നത് അഹമ്മദിന്. അപ്പോൾ അവന് നമ്മളെ ഒളൂവിൻ്റെ ബാക്കി അവയവങ്ങളൊക്കെ ആദ്യം മുൻകൈ കഴുകി, പിന്നെ മുഖം കഴുകി, കൈ 2 മുട്ടോട് കൂടി കഴുകി, തലയിൽ നിന്ന് അല്പം തടവി, ചെവി 2 തടവി, പിന്നെയാണ് അങ്ങനെ ഒളൂവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓർഡറിൽ ചെയ്യും. എന്നിട്ട് പിന്നെ കാല് കഴുകേണ്ട സമയമാവുമ്പോൾ, കാലിലാണ് മുറിവെങ്കിൽ സമയമാവുമ്പോഴാണ് നമ്മൾ തയമ്മും ചെയ്യേണ്ടത്. മനസ്സിലാക്കുക. എന്നിട്ട് മുറിവില്ലാത്ത ഭാഗങ്ങൾ, കഴുകാൻ കഴിയുന്ന ഭാഗങ്ങളൊക്കെ കഴുകുക. എന്നിട്ട് ബാൻഡേജ് ഉണ്ട്, മുറിവിന് കെട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മുകളിലൂടെ വെള്ളം തൊട്ട് തടവുകയും വേണം. മനസ്സിലാക്കുക. ഈ മണ്ണെടുത്തു വെക്കൂ. അസറ നിസ്കാരത്തിന് തയമ്മും ചെയ്യാനുള്ളതാണ്. അസറ നിസ്കാരത്തിന് ളുഹറിൻ്റെ തയമ്മും മതിയാവില്ലേ? അതായത് ഒരു തയമ്മും കൊണ്ട് ഒരു നിസ്കാരം നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നാണ് അവിടെ ചോദ്യം. മതിയാവില്ല. ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. ഒരു തയമ്മും ചെയ്താൽ ഒരു ഫർള് നിസ്കാരം മാത്രമേ നിസ്കരിക്കാവൂ. നമ്മൾ ഒരു ഒളൂ കൊണ്ട് എത്ര ഫർള് നിസ്കാരങ്ങളും എത്ര സുന്നത്ത് നിസ്കാരങ്ങളും നിസ്കരിക്കാം. എന്നാൽ ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. എന്നാൽ സുന്നത്തും സ്വലാത്തുൽ ജനാസയും ഒന്നിൽ കൂടുതൽ നിസ്കരിക്കാം. അതായത് സുന്നത്ത് നിസ്കാരങ്ങളും ജനാസ നിസ്കാരങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ നിസ്കരിക്കാം ഒരു തയമ്മും കൊണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം വരൽ എങ്ങനെയാണ്? ഒരു തയമ്മും കൊണ്ട് എത്ര ഫർള് നിസ്കാരങ്ങൾ നിസ്കരിക്കാം? അപ്പോൾ അവിടെ ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് നിസ്കാരം മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ. സുന്നത്തുകൾ എത്രയും ആവാം. മനസ്സിലാക്കുക. പിന്നെ ചോദ്യം വരാൻ എന്ത്? ഒരു തയമ്മും കൊണ്ട് എത്ര ജനാസ നിസ്കാരങ്ങൾ നിസ്കരിക്കാം? അത് ഒന്നിൽ കൂടുതൽ നിസ്കരിക്കാം. മനസ്സിലാക്കി പഠിക്കാം. വലിയ അശുദ്ധിക്കാരനും തയമ്മും ചെയ്യാൻ പറ്റുമോ? പറ്റും. വെള്ളം ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരൻ തയമ്മും ചെയ്യാൽ മതി. അതായത് കുളി നിർബന്ധമുള്ള ആളാണ് വലിയ അശുദ്ധിക്കാരൻ. അവർ കുളിക്ക് പകരം തയമ്മും ചെയ്താൽ മതി. അയാൾ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകും. മനസ്സിലാക്കുക. അഹമ്മദ് നിസ്കാരം ആരംഭിച്ചു. ജൊയിലത്ത് ലീ അർലു മസ്ജിദം വതഹൂറൻ. ജൊയിലത്ത് ലീ അർലു മസ്ജിദം വതഹൂറൻ. ഭൂമി എനിക്ക് മസ്ജിദും ശുദ്ധീകരണ വസ്തുവുമാക്കി തന്നിരിക്കുന്നു. ഭൂമി എനിക്ക് മസ്ജിദും ശുദ്ധീകരണ വസ്തുവുമാക്കി തന്നിരിക്കുന്നു. മനസ്സിലാക്കുക. ക്ലാസ്സിൽ തയമ്മും ചെയ്ത് കാണിക്കാനുണ്ട്. ഇനി നമുക്ക് വർക്ക് ബുക്കിൽ നോക്കിയിട്ട് വർക്ക് മനസ്സിലാക്കാം. തയമ്മുമിൻ്റെ വീഡിയോ ഞാൻ അവസാനം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. മനസ്സിലാക്കുക.
വർക്കിൽ ഒന്നാമതായിട്ട് എന്താ വരുന്നത്? തയമ്മുമിൻ്റെ ഫർളുകൾ ഏവ. തയമ്മുമിൻ്റെ ഫർളുകൾ 5. തയമ്മുമിൻ്റെ ഫർളുകൾ 5. അപ്പം അത് മണ്ണടിച്ചെടുക്കുക. മണ്ണടിച്ചെടുക്കുമ്പോൾ ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. മുഖം തടവുക. 2 കൈകളും തടവുക. ക്രമപ്രകാരം ചെയ്യുക. ഇത് 5 അവിടെയൊക്കെ എഴുതാം. അടുത്തത് ഉളൂഉം തയമ്മും കൂടി ചെയ്യേണ്ടത് ആര്? അതായത് ഉളൂവും ചെയ്യണം, തയമ്മും ചെയ്യണം. ആരാണ് അത് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നിന്ന് എഴുതാം. വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ അവയ്ക്ക് വേണ്ടി തയമ്മും ചെയ്യലും ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകലും നിർബന്ധമാണ്. ഉളൂഇൻ്റെ അവയവത്തിൽ മുറിവുണ്ടായാൽ അവിടെ ബാൻഡേജോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഉളൂഉം ചെയ്യണം, മുറിവിന് വേണ്ടി തയമ്മും ചെയ്യണം. മനസ്സിലാക്കുക. അപ്പോൾ അത് എഴുതിയിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും. എങ്ങനെയെല്ലാമാണ് വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക? ഇവിടെ പറയുന്നു, വെള്ളം ഇല്ലാത്തത് കൊണ്ട്. വെള്ളം ഇല്ലാഞ്ഞാൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ കഴിയൂല. പിന്നെന്താണ്? രോഗം കാരണം വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക. അത് രണ്ടും. വെള്ളമില്ലാത്തത് കൊണ്ടോ രോഗം കാരണം വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടോ. ചിലർക്ക് വെള്ളമുണ്ട്, അവർക്ക് വെള്ളം തൊടാൻ പറ്റില്ല, അലർജിയാണ്, നനയ്ക്കാൻ പറ്റൂല കൈയും കാലൊന്നും. അങ്ങനെയുള്ളവർക്കൊക്കെ തയമ്മും മതിയാകും. മനസ്സിലാക്കുക. അടുത്ത 4ാമത്തെ ചോദ്യം എന്താണ്? തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണടിച്ചെടുക്കണം? എത്ര തവണ മണ്ണടിച്ചെടുക്കണം? തയമ്മും ചെയ്യുന്നവർ 2 തവണ മണ്ണടിച്ചെടുക്കുക. അത് തയമ്മുമിൻ്റെ ഷർത്താണ്. 2 തവണ മണ്ണടിച്ചെടുക്കുക എന്നത് തയമ്മുമിൻ്റെ ഷർത്താണ്. മനസ്സിലാക്കുക. അടുത്തത് തയമ്മുമിൻ്റെ നിയ്യത്ത് എഴുതാനാണ്. തയമ്മുമിൻ്റെ നിയ്യത്ത് എന്താണ്? ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇതാണ് തയമ്മുമിൻ്റെ നിയ്യത്ത്. മനസ്സിലാക്കുക. നിയ്യത്ത് മുഖം തടവുന്നത് വരെ മനസ്സിലുണ്ടായിരിക്കണം. അടുത്തത് ഉളൂഇൻ്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? ഉളൂഇൻ്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മും ചെയ്യേണ്ടത്. മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് തയമ്മും ചെയ്യേണ്ടത്. അതായത് മുഖം കഴുകുന്ന ഒരാൾ, മുഖത്താണ് മുറിവുള്ളത്, അപ്പം മുഖം നനയ്ക്കാൻ പറ്റില്ല. അപ്പം എന്താണ്? നമ്മൾ മുൻകൈ കഴുകി വായിൽ വെള്ളം കുപ്പിച്ചു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, പിന്നെ മുഖം കഴുകും അല്ലേ? അപ്പോൾ ആ സമയത്തുമ്പോൾ തയമ്മും ചെയ്യണം. എന്നിട്ട് മുറിവില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് കഴുകാൻ പറ്റുന്ന രീതിയിൽ കഴുകുക. പിന്നെ മുറിവിന് ബാൻഡേജ് ഇട്ട് ഒട്ടിച്ച സ്ഥലമാണെങ്കിൽ അതിൻ്റെ മുകളിലൂടെ വെള്ളം കൊണ്ട് തടവുക. മനസ്സിലാക്കുക. എന്നിട്ട് കൈ 2 മുട്ടോടു കൂടി കഴുകുക. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തത് ഒരു തയമ്മും കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? എത്ര ഫർള് നിസ്കരിക്കാം? ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. മനസ്സിലാക്കി തെറ്റില്ലാതെ എഴുതി പഠിക്കട്ടാ. അടുത്തതാ, ഒരു തയമ്മും കൊണ്ട് എത്ര റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം? എത്ര റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്നാണ് കേട്ടോ അവളെ ചോദ്യം വന്നത്. അപ്പോൾ ഇവിടെ സുന്നത്തും സ്വലാത്തുൽ ജനാസയും 1-ൽ കൂടുതൽ നിസ്കരിക്കാമെന്നാണ്. അതായത് അപ്പം നമുക്ക് അവിടെ എത്ര റക്അത്ത് നിസ്കരിക്കാമെന്നാണ് അവിടെ ചോദ്യം വന്നത്. അപ്പോൾ സുന്നത്തുകൾ എത്രയും നിസ്കരിക്കാം. സുന്നത്തുകൾ 1-ൽ കൂടുതൽ നിസ്കരിക്കാം, എത്രയും നിസ്കരിക്കാം, ആ രീതിയിൽ എഴുതാം. അടുത്തത്, തയമ്മും ചെയ്യാനുള്ള മണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം? അത് തയമ്മുമിൻ്റെ ഷർത്താണ്. ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാവുക. തയമ്മുമിൻ്റെ മണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് വെച്ചാൽ ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാവുക. തയമ്മുമിൻ്റെ ഷർത്തിൽ ഒന്നാണത്. മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ ഇതൊക്കെ ബാക്കിയൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി നംലുൽ ഫറായ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് ഡാഷും തടവണം. കൈ 2. ഇവിടെ നോക്കിയതാ 2 കൈകളും
രണ്ട് കൈകളും തടവണം. അങ്ങനെ എഴുതാം. തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് രണ്ട് കൈകളും തടവണം. മനസ്സിലാക്കാം. അടുത്തതാ, തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ ഡാഷ് നീക്കണം. എന്താണ്? നജസ് നീക്കണം. നജസ് നീക്കണം. അത് തയമ്മുമിൻ്റെ ഷർത്താണ്. തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക. അടുത്തതാ, വെള്ളം ഉപയോഗിക്കാൻ ഡാഷ് മാത്രമേ തയമ്മും ചെയ്യൽ അനുവദനീയമാകൂ. എന്താണ്? വെള്ളം ഉപയോഗിക്കാൻ. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതി കൊടുക്കുക, വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരുന്നാൽ മാത്രമേ തയമ്മും ചെയ്യൽ അനുവദനീയമാകൂ. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരുന്നാൽ മാത്രമേ. അപ്പോൾ ഇവിടെ നൂന്നുണ്ട്. അപ്പോൾ അവിടെ അവനു മാത്രമേ, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തവനു മാത്രമേ, അങ്ങനെ എഴുതാം. അപ്പം അത് നമുക്ക് ഒഴിവാക്കിയിട്ട് കഴിയാത്തവർക്ക് മാത്രമേ തയമ്മും ചെയ്യൽ അനുവദനീയമാകൂ എന്നാക്കിയിട്ട് അവിടെ പൂർത്തിയാക്കാം. അടുത്തത് എന്താ? തയമ്മുമിന് ഡാഷ് ഫർളുകളുണ്ട്. തയമ്മുമിന് 5 ഫർളുകളുണ്ട്. 5. തയമ്മുമിന് 5 ഫർളുകളുണ്ട്. അടുത്തത്, മണ്ണടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. മനസ്സിലാക്കി എഴുതുക. ഇവിടെ പാഠഭാഗത്തിൽ ഇവിടെ വരുന്നുണ്ട്, ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്തു. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത നെക്തുബ്, ഇതൊക്കെ പകർത്തി എഴുതാനാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് പകർത്തി എഴുതുക. ഞാനതൊന്നും വായിക്കുന്നില്ല, മനസ്സിലാക്കുക എല്ലാവരും. അത്തയമ്മും, വെള്ളം, സൈദൻ തൊയ്യബൻ, ബാൻഡേജ്, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ വായന ക്ലിയർ ആവാനും എഴുത്ത് നന്നാവാനൊക്കെയാണ് അത്. അപ്പോൾ അതൊക്കെ നന്നായി എല്ലാവരും ചെയ്യാം. അടുത്ത മസ്അല എഴുതാനാണ്. എന്താണ്? ശരീരത്തിൽ വെള്ളം തൊട്ടാൽ രോഗമുണ്ടാവുമെന്ന് വിശ്വസ്തനായ ഡോക്ടർ പറഞ്ഞു. നിസ്കരിക്കാൻ എന്തു ചെയ്യും? എന്താ ചെയ്യുക നിസ്കരിക്കാൻ? അവർ തയമ്മും ചെയ്ത് നിസ്കരിക്കണം. അത് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമാവണം, ശുദ്ധമായ പൊടിമണ്ണാവണം, തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കണം. കുളി നിർബന്ധമുള്ളവരാണെങ്കിൽ അവർ കുളിക്ക് പകരമായി ഒരു തയമ്മും ചെയ്യണം. മനസ്സിലാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ എഴുതുക. അടുത്തത് എന്താണ്? കയ്യിന്മേൽ നനയ്ക്കാൻ പാടില്ലാത്ത മുറിവുള്ളവൻ എങ്ങനെ ശുദ്ധി വരുത്തണം? എങ്ങനെ ശുദ്ധി വരുത്തണം? കയ്യാണ്, കൈമേലാണുള്ളത്. അപ്പം എങ്ങനെ? അപ്പം നമുക്കവിടെ എന്തെഴുതാം? ആദ്യം ഒളൂ ചെയ്യണം. ഒളൂയിൽ കൈ കഴുകുന്ന സമയമെത്തിയാൽ അവർ 2 കൈകളും മണ്ണിലടിച്ച് മുഖം തടവി വീണ്ടും മണ്ണിലടിച്ച് ആദ്യം വലത് കൈയും പിന്നെ ഇടത് കൈയും തടവി തുടർന്ന് കയ്യിൽ മുറിവില്ലാത്ത ഭാഗം, അപ്പോൾ ഇവിടെ കാലിൽ നിന്നാണ്, അപ്പോൾ നമുക്കവിടെ കയ്യിൽ മുറിവില്ലാത്ത ഭാഗം കഴുകുകയും ബാൻഡേജിന് മുകളിൽ മുഴുവനായി വെള്ളം കൊണ്ട് തടവുകയും ചെയ്യുക. പിന്നീട് ഉളൂയിൽ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ കഴുകുകയും വേണം. അങ്ങനെയാണ് കയ്യിൽ മുറിവുള്ളവർ തയമ്മും ചെയ്യേണ്ടത്. അടുത്തത്, കുളിക്കു പകരം തയമ്മും ചെയ്യുന്നവൻ എത്ര തയമ്മും ചെയ്യണം? അവിടെ ഒരു തയമ്മും ചെയ്യണം. എത്ര തയമ്മും ചെയ്യണം എന്നുള്ളത്, കുളിക്ക് പകരം തയമ്മും ചെയ്യുന്നവൻ ഒരു തയമ്മും ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ സൊയ്ദൻ തയ്യബ് എന്നുള്ള പാഠഭാഗത്ത് നന്നായി മനസ്സിലാക്കാനുള്ളത്. പാഠം നന്നായി മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് ചോദ്യം വന്നാലും ഇന്ന് എടുത്തെഴുതാൻ കഴിയും. ആ രീതിയിൽ പാഠഭാഗം നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ തയമ്മും ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും കണ്ട് മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തയമ്മും പഠിക്കല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ രൂപം ഒന്ന് പറയാം. ആദ്യം ഖിബ്ലയ്ക്ക് തിരിഞ്ഞു നിന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ട് ഫർള് നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ആ മണ്ണ്, ഇപ്പോൾ മണ്ണെടുക്കേണ്ട, ആ മണ്ണിൽ ഇങ്ങനെ അടിക്കുക.
എന്നിട്ട് കയ്യിൽ കൂടുതൽ മണ്ണൊക്കെ പുരണ്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒന്ന് തട്ടിക്കളയുക. ഇങ്ങനെ പുറത്തേക്ക് തട്ടിയാൽ മതി, ഇങ്ങനെ തട്ടുക. അപ്പോൾ കൂടുതൽ മണ്ണൊന്നും ഉണ്ടാവില്ല. അല്ലാതെ മണ്ണൊന്നാകെ മേല് തേക്കാനൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ മണ്ണ് കുഴച്ച് തേക്കാൻ പറയുമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശുദ്ധീകരണത്തിനുള്ള ഒരു പരിഹാരം നൽകുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മണ്ണുണ്ട്, മണ്ണ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മുഖത്ത് തടവുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖത്ത് തടവുമ്പോൾ ഇതാ മുഖത്തിൻ്റെ ആദ്യ ഭാഗം തൊട്ട് ഇതാ ഇങ്ങനെ ഈ ചെറുവിരൽ ഇവിടെ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മതി. എന്നിട്ട് പെരുവിരൽ ചെവിക്കുറ്റിയുടെ അവിടെയും ചേർത്ത് വെക്കുക. എന്നിട്ട് താഴേക്ക് ഇങ്ങനെ കൈ കൊണ്ടുവരിക. കൈ കൊണ്ടുവന്ന് ഇതാ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ താഴെ ഭാഗവും ഈ മീശയൊക്കെയുള്ള പെൺകുട്ടികളാണെങ്കിൽ മേൽചുണ്ടിൻ്റെ ഭാഗവും വിരൽ തട്ടുന്ന വിധത്തിൽ ഇങ്ങനെ കൊണ്ടുവരണം. അപ്പോൾ ഒന്നും കൂടെ കാണിക്കാം. ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് വിരലുകളെല്ലാം ചേർത്ത് ഇങ്ങനെ വന്നതിന് ശേഷം ഇതാ പൂർണ്ണമായി. അപ്പോൾ നമ്മുടെ താടി നീണ്ടു നിൽക്കുന്ന അവസാനം വരെയും, അതുപോലെ തന്നെ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയുള്ളതും, മുഖത്തിൻ്റെ മേൽഭാഗം എന്ന് പറയുന്ന നെറ്റിയുടെ മേൽഭാഗം മുതൽ നമ്മുടെ തടവൽ ഉൾപ്പെടണം. അപ്പോൾ അതിൽപ്പെട്ട മൂക്ക് തടവുന്നത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പോകും ചിലപ്പോൾ. അങ്ങനെ പോകുമ്പോൾ മൂക്കിൽ തടവൽ വരില്ല. മൂക്കിന് മുകളിലൂടെ തടവൽ വരണം. കണ്ടല്ലോ? നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ, മണ്ണെടുക്കാതെ ഒന്ന് ചെയ്തു നോക്കിയേ, മുഖം മാത്രം. ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെയും വിരൽ വെച്ച് ഇങ്ങനെ കൊണ്ടുവരും. കഴിഞ്ഞ്. ഇനി കൈയാണ്. കൈക്ക് വേണ്ടി മണ്ണിലടിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ എടുത്ത മണ്ണ് തട്ടിക്കളയുക. പിന്നെ അതുപോലെ തന്നെ കയ്യിൽ മോതിരമോ വാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഴിച്ചു വെക്കുക. കൈയൊക്കെ നേരത്തെ തന്നെ ഉയർത്തി വെക്കാം. കൈയൊക്കെ ഉയർത്തി വെച്ച് ഇനി നമുക്ക് അടുത്ത അടി. ഇതിൻ്റെ ഇടയിൽ കൂടുതൽ സമയം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അപ്പോൾ കൈയൊക്കെ നേരത്തെ തന്നെ ഉയർത്തി വെക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ അടി ഇങ്ങനെ അടിച്ചു, അതിങ്ങനെ ഒന്ന് തട്ടിക്കളയുക. ഇങ്ങനെ പുറത്തേക്ക് തട്ടിയാൽ മതി, ഇങ്ങനെ തട്ടുക. അടിച്ചെടുത്തിട്ട് ഇതാ ഈ വലത്തെ വിരലുകളുടെ പുറം ഭാഗത്ത് ഇടത്തെ കൈയിൻ്റെ വിരലുകളുടെ ഉൾഭാഗം വെക്കുക. അങ്ങനെ വെച്ച് ഇതാ ഈ ഭാഗത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവരിക. ഈ റിസ്റ്റിൻ്റെ മണിബന്ധത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ വിരലുകളൊന്നും ഇങ്ങോട്ട് മടക്കുക, ഈ രൂപത്തിലൊന്ന് മടക്കുക. എന്നിട്ട് ഇങ്ങനെ പുറം ഭാഗത്തിലൂടെ കൊണ്ടുവന്ന് ഇവിടെ എത്തുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ ഒന്ന് കൈ തിരിക്കുക. തിരിച്ചിട്ടതാ പള്ളഭാഗം അവിടെയും നമ്മുടെ ഈ പെരുവിരൽ തൊടാതെ പള്ളഭാഗം, കയ്യിൻ്റെ ഉൾഭാഗം ഈ ഉൾഭാഗത്ത് ചേർന്ന് വരുന്ന വിധത്തിൽ ഇങ്ങനെ തടവുക. തടവി വന്നിട്ട് ഇടതു പെരുവിരലിൻ്റെ പുറം ഭാഗം വലതു പെരുവിരലിൻ്റെ ഉൾഭാഗം കൊണ്ട് തടവി ഇങ്ങനെ. അതേപോലെ തന്നെ ഇടതു കൈയും ചെയ്യുക. വലത്തെ കൈയിൻ്റെ വിരലുകളുടെ ഉൾഭാഗം വരുന്ന വിധത്തിൽ ഇങ്ങനെ ചെയ്യും. കൊണ്ടുവന്നു ഇവിടെ എത്തുമ്പോൾ ഒന്ന് തിരിക്കുക, അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ നേരെ തിരിച്ച്, പിന്നെ രണ്ട് വിരലുകളുടെ ഇടയിൽ ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ആ വിരലുകളുടെ ഇടയിൽ നമ്മുടെ മണ്ണ് എത്തിക്കാൻ വേണ്ടി, വിരലുകളുടെ ഇടയിലേക്ക് മണ്ണെത്തിക്കാൻ വേണ്ടി പരസ്പരം കോർക്കുക. കഴിഞ്ഞു. ഇതാണ് ഒരു തയമ്മം.